അപ്പോൾ ഇന്നലത്തെ വീഡിയോ കുറച്ച് മാത്തമാറ്റിക്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു മാത്തമാറ്റിക്കൽ സംഭവമാണ്. അതായത് ട്വിൻ പ്രൈം കൺജക്ചർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5, 7, 11, 13, 17 അങ്ങനെ പോകുന്ന സംഖ്യകളാണ്. അതിന് ഒറ്റ സംഖ്യ എന്നാണ് മലയാളത്തിൽ പറയാമെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ എനിക്ക് അത് ഉറപ്പില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അത്തരം സംഖ്യകളിൽ അത് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ്. എന്താ വെച്ചാൽ അത് ഈ ക്രിപ്റ്റോഗ്രാഫിയിലും അത് ഭയങ്കര താല്പര്യമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് ഒരു കൺജക്ചറുണ്ട്. കൺജക്ചർ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. ഒരാൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അതിൻ്റെ പിന്നാലെ അത് പ്രൂവ് ചെയ്യാൻ ആൾക്കാരിങ്ങനെ നോക്കുന്നു. എത്ര നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എളുപ്പമാണ്. അതായത് പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ട്വിൻ പ്രൈം കൺജക്ചർ എന്ന് പറഞ്ഞാൽ ഈ 5, 7 അല്ലെങ്കിൽ അങ്ങനെ 2 നമ്പറിൽ വ്യത്യാസം വരുന്ന രീതി. അതായത് ഒരു നമ്പറിന് മുമ്പിലും പിമ്പിലുമായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ. അതായത് 5, 7 ഒരെണ്ണം എക്സാമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് 11, 13 എക്സാമ്പിളാണ്. 12 പിന്നിൽ 11, അതിൻ്റെ അപ്പുറത്ത് 13 അങ്ങനെ. പക്ഷേ ഈ കൺജക്ചർ, ട്വിൻ പ്രൈം കൺജക്ചർ പറയണമെന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇത്തരം ട്വിൻ പ്രൈംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലോഡിനോടൊന്ന് ചോദിച്ചു നോക്കാം. സ്റ്റേറ്റ് ട്വിൻ പ്രൈം കൺജക്ചർ എന്ന് പറയുമ്പോൾ ക്ലോഡ് പറയുന്നു there are infinite many pairs of prime numbers that differ by 2. അപ്പോൾ അത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അതിനെ പിടിക്കാനൊരു വഴിയില്ല. അതായത് ഭയങ്കര എളുപ്പമാണ്. നമ്മളിങ്ങനെ നമ്പറുകളെ ഇങ്ങനെ നോക്കി പോകുന്നു. പക്ഷേ ഇതിനൊരു അറുതിയില്ല. ഏതാണ്ട് ഒരു പ്രൈം നമ്പർ നമ്മൾ കാണുന്നു, അതിൻ്റെ 2 +2 ചെയ്താൽ ചിലപ്പോൾ അത് പ്രൈം നമ്പർ ആയിരിക്കും. അങ്ങനെ ടക്ക് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഒരുമിച്ച് വരുന്നു. എത്രയോ നമ്പർ വരെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. പക്ഷേ ഇത് പ്രൂവ് ചെയ്യാനൊരു വഴി തെളിഞ്ഞു വരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാലം ഇങ്ങനെ എല്ലാവർക്കും അറിയായിരുന്നു. കുറേ പണ്ട് തൊട്ടേ ഉള്ള ഒരു കൺജക്ചറാണിത്. പക്ഷേ അതാര് പറയുന്നു? who stated the twin prime conjecture first? അത് ചോദിച്ചാൽ ആരും ഇത് പറയും? അതത്ര നോണല്ല. പക്ഷെ ആരൊക്കെയോ ഫ്രഞ്ച് ജർമ്മനൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, പണ്ടേ അറിയാവുന്നതായിരിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ചൈനീസ് അമേരിക്കൻ ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ, യിടാങ് സാങ് എന്നാണ് പേര്. ഹൂ ഈസ് യിടാങ് സാങ്? അപ്പോൾ അയാൾ ഇതിൻ്റെ പിന്നാലെ പോയി അവസാനം അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. പക്ഷെ ഇയാളുടെ കഥ ഈസ് ഇൻട്രസ്റ്റിംഗ്. അതായത് അയാൾ വളരെ അൺനോൺ ആയിരുന്നു. അയാൾക്ക് അധികമൊന്നും അറിയുന്നുണ്ടായിരുന്നു. അധികമൊന്നും അറിയണ്ടായില്ല. അയാളൊരു ഭാര്യ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്ത്, അതായത് എനിക്ക് തോന്നുന്നത് അയാൾക്ക് ജോലിയൊന്നും കിട്ടാതെ അയാൾ കുറേ കാലം എന്തൊക്കെയോ വേറെ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട്. പക്ഷെ അയാളൊരു വഴിയും കണ്ടുപിടിച്ചു. അതായത് അയാൾ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ ട്വിൻ പ്രൈം കൺജക്ചർ അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതായത് 2 ഡിഫറിങ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണോ നമുക്ക് അറിയില്ല. പക്ഷേ ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിച്ചു. എത്രയോ മില്യൺ വലിയ നമ്പറാണ്. അങ്ങനെ ഡിഫർ ചെയ്യുന്ന, അതിൻ്റെ മീതെ ഡിഫർ ചെയ്യുന്നതുമായ നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണ് എന്ന് അതിനൊരു വഴി ഇയാൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് അയാൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ മാത്തമാറ്റിക്സ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷനുള്ള പരിപാടിയാണ്. അതായത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പണി മൊത്തം അവതാളത്തിലാവും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു. അത് സംഭവം കൊള്ളാം.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ നമ്പർ തിയറിയിൽ വർക്ക് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഏറ്റെടുത്തു. അങ്ങനെ ട്വിൻ പ്രൈം കൺജക്ചറിനെ ഇപ്പോഴും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ആ ബൗണ്ട് അവരിങ്ങനെ കുറച്ച് വന്നു. അപ്പോൾ നമുക്ക് ക്ലോഡിനോട് ചോദിച്ചേക്കാം, വാട്ട് ഈസ് ദി കറൻറ്റ് ബൗണ്ട് ഓഫ് ട്വിൻ പ്രൈം കൺജക്ചർ? 246 എന്നാണ് ക്ലോഡ് പറയുന്നത്. അതായത് 246, അതായത് 246 മീതെ ഡിഫർ ചെയ്യുന്ന പ്രൈം നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. It means that it has been proven that there are infinitely many primes that differ by at most 246. പക്ഷേ what was the bound when Yitang Zhang published the initial paper? അത് യിട്ടാങ് സാങ്ങിൻ്റെ ബൗണ്ട് എന്ന് പറഞ്ഞാൽ 70 മില്യൺ ആയിരുന്നു. 70 മില്യണിൻ്റെ മീതെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രൈംസ് ഉണ്ടെന്നാണ് സാങ് കണ്ടുപിടിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ഈ ഒരു ടൈം ലൈനിൽ വിത്തിൻ എ ഇയർ അതിനെ കറക്റ്റ് ചെയ്തു, 246 എത്തിച്ചു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം. അതായത് ഇത്ര കാലമായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനൊരു പിടി കിട്ടുന്നില്ല. അത് ഭയങ്കര വഴുക്കുന്ന ഒരു കല്ല് പോലെയോ അല്ലെങ്കിൽ പൊട്ടിക്കാൻ പറ്റാത്തൊരു കല്ല് പോലെയാണ്. പക്ഷേ 2013 സാങ് ചെയ്തതെന്താ വെച്ചാൽ അയാൾ അതിലൊരു ചെറിയൊരു വര കണ്ടുപിടിക്കുകയാണ്, ഒരു ചെറിയൊരു പൊട്ടൽ. പിന്നെ അയാൾ അത് അവിടെ കണ്ടുപിടിച്ച് അയാളത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇത്തരം കുറേ ആൾക്കാർ ചേർന്നിട്ട് അത് ആ ഒരു ഗ്യാപ്പിനെ കൂട്ടി അതിനകത്ത് എന്താണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 246 ആണ് ഇപ്പോഴത്തെ ബൗണ്ട്. പിന്നെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഞാൻ ഒരെണ്ണം കൂടി പറയാം. അതായത് യിട്ടാങ് സാങ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇത് അനാലിസിസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെ നമ്മൾ ഫുൾ ആർട്ടിക്കിൾ പോകുന്നു. ഇത് വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്താ വെച്ചാൽ ഇത് നല്ലപോലെ മാത്തമാറ്റിക്സ് അറിയണം. പക്ഷേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ RAM എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ എന്താണ് കിട്ടുന്നത്? രാമാനുജൻ എന്നൊരു സാധനം കിട്ടുന്നുണ്ട്. അപ്പം അതാണ് ഇന്ത്യക്കാരായ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാമാനുജൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവമാണത്. അപ്പോൾ ഇതാണ് ഈ